ഏ എത്ര നേരമായി എനിക്കൊരു ജ്യൂസ് കൊണ്ടുവരാൻ വയ്യ. മാന്റെ നേരത്തെ തളക്കന്നല്ല. ചായ ഉണ്ടാക്കി കുത്തിരിക്കപ്പ അവിടെ. അല്ല ജ്യൂസ് കിട്ടണമെങ്കിൽ ഞാൻ ഇറങ്ങി വരണോ? ഞാൻ കാണിച്ചു കൊടുക്കും. ഉമ്മ അവിടെയാണ്. ആ താത്ത നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ആ ഫൗസിയ ഞാന് ചോറ് നിങ്ങാണ്ട് അവിടെ കിടന്നതേ. എന്തോ ഒരു ചൂടും മൊതി ഉള്ളിലെന്നാ കുറച്ചേരം കാറ്റുള്ളാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നതാ. ഇവിടെ വന്നിരിക്കുന്നു. ഭയങ്കര ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോ കാറ്റ് കിട്ടുന്നു. ഞാൻ ജനലൊക്കെ തുറന്നിട്ടല്ലേ. അവിടെ ആണെങ്കിൽ നിങ്ങൾ ആരും കാണുന്നില്ല. നിങ്ങളൊക്കെ കിടക്കുകയാരല്ലേ? ഇത് കണ്ണു വാങ്ങിപ്പോയി എന്റെ അടിയില്. അല്ല എന്റെ പോരും അടിയൊക്കെ കഴിഞ്ഞ എനിക്കറിയില്ല. അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു മനസ്സിൽ വെക്കരുത്, പറയണം. ഫസിയെ ഫിനു, എത്ര നേരമായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര നേരമായിട്ട് എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടു തരാൻ കഴിഞ്ഞിട്ടില്ല. ചായ അത് കഴിഞ്ഞിട്ട് ഞാൻ ജ്യൂസ് അടിച്ചു തരട്ടടി. നീ ചായ ആയിട്ട് ജ്യൂസ് ആകുമ്പോഴേക്ക് എത്ര ടൈം ഒന്ന് വേഗം ഉണ്ടാക്കിക്കൂടെ? നീ ചായ പാകും എന്നിട്ട് ഞാൻ ജ്യൂസ് അടിച്ചു തരാം. എനിക്കറിയില്ല ആ നേരത്തിന് കുടിക്കണാണെന്നുള്ളത്. 2 മിനിറ്റ് ഒന്ന് കാത്തിക്ക്, ഇപ്പാകും. അത് അടിച്ചു തരാ. എനിക്ക് വെയിറ്റ് ചെയ്യാനും ടൈമില്ല. വേഗം ഉണ്ടാക്കൊന്ന്. അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കി തരുന്ന തീരെ പറ്റണില്ലല്ലേ. ഇന്ന് രാവിലെ അതേമാതിരിക്കാണ്. രാവിലത്തെ പറഞ്ഞാല് അപ്പൊ കറണ്ട് ഇല്ലേനി. അതന്നെ ഞാൻ കുറച്ചും കൂടി കറണ്ട് വന്നിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. എത്ര നേരം കഴിഞ്ഞിട്ടാണ് കൊടുന്നു തരുന്നത്? ഞാൻ അവിടെ പഠിച്ചിരിക്കല്ലേ. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരേണ്ടി വരും ഇതൊക്കെ കുടിക്കണമെങ്കിൽ. അല്ലെങ്കിൽ എനിക്കറിയാം അമ്മയൊക്കെ പറയണ മാറ്റി തന്നെയാണ്. ഞാൻ പഠിച്ചെങ്ങാനും നല്ല ടോപ്പിലെത്തുന്നുള്ള അസൂയ എനിക്ക് അറിയായിട്ടൊന്നല്ല. പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതേ ഉണ്ടായിക്കൂടാണ്ട്. എന്താ അവിടെ ഒരു ഒച്ചയിക്കണ്? കുട്ടികളല്ലത്? ശരിയാണല്ലോ. എന്താ പോയൊക്കെ നമുക്ക് പോയോക്കട്ടെ. എത്താണ് റബ്ബേ ഉണ്ട്. അല്ല എത്താണ് ഇവിടെ ഒച്ചയുമ്പിള്? എന്താ പ്രശ്നം? അമ്മ ഇവിടെ ഇത്ര നേരമായിട്ട് ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടില്ല. എത്ര ടൈമായി അറിയോ? ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കണേ. എത്രയായിട്ട് കൊടുന്നില്ല. രാവിലെ അതേമാതിരിക്ക് തന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിക്ക അങ്ങോട്ട് കുറഞ്ഞേരായിട്ട്. എനിക്ക് എന്തെങ്കിലും മാത്രം പണി വേടേ? അമ്മ ഞാൻ ഈ ചായ ആയിട്ടൊക്കെ അടിച്ചു കൊടുക്കാ പറഞ്ഞതാ. ഫിനോ, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ആർക്കേ വേലക്കാരൊന്നുമില്ല. ഇജു എനിക്ക് മരുവോളാണ്, ഓളും എനിക്ക് മരുവോളാണ്. എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരേ മായിരിക്കുള്ളൂ. അല്ലാതെ ഒരാൾക്ക് മുൻതൂക്കം ഒരാൾക്ക് കുറവൊന്നും ഇവിടെ ഇല്ല. എന്താ അമ്മ നിങ്ങൾ പറയണേ? ഇവിടുത്തെ പണി മൊത്തം ഓളെന്നല്ലേ ചെയ്യണത്. ഇജ് പഠിച്ചാണ്ട് പറഞ്ഞാണ്ട് ആ റൂമിൽ പോയി കുത്തിരിക്കും. ഇവിടെ എന്തൊക്കെ പണി ഉണ്ടെന്നാ? അടിച്ചേരി തുടക്കാണ്ട്, തിരുമ്പാണ്ട്, അടുപ്പത്തെ പണിയുണ്ട്. എല്ലാ സകല പണി ഓളാണ് ചെയ്യണത്. എന്നിട്ട് അതിന്റെ പുറമെ എനിക്ക് ജ്യൂസും ഓളുണ്ടാക്കി തരണല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെയല്ലേ ഓരോന്ന് ചേലാക്കിക്കണത്. നിങ്ങളൊക്കെ ഓളെ സൈഡിക്ക് മാറിയില്ലേ? അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ വന്ന് ഇവിടെ ഒറ്റയാണെന്നുള്ളത്. അപ്പൊ നിങ്ങളെല്ലാരും ഒരു സെറ്റായില്ലേ? എനിക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇജ് വന്ന് ഉണ്ടാക്കിക്കോ. അതിനിപ്പോ കുറെ ടൈമൊന്നും വേണ്ടല്ലോ. പഠിച്ചതിന്റെ അടിയിൽ വന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ബാക്കി എല്ലാം ഇവിടെ തന്നെയാ ഉണ്ടാക്കുന്നത്. അല്ല എനിക്ക് വേലക്കാരിയായിട്ട് നിൽക്കാനുള്ളല്ലോ ഓള്. എന്ത്? ഞാൻ വന്ന് ഇവിടുന്ന് ഒറ്റക്ക് ഉണ്ടാക്കി കുടിക്കണമെന്നോ? പക്ഷേ എന്നോട് ഞാൻ പറഞ്ഞുതരാം. ഈ ഓക്ക് അറിഞ്ഞാണ്ട് വേലക്കാരത്തികളന്മാർക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒക്കെ എന്നെ പറഞ്ഞാ മതി, ഓരോന്ന് ചേലാക്കി കൊടുത്തുങ്ങാണ്ട്. ഇവിടെ ഇനി ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനൊക്കെ ഇനി ഇവിടെ ജീവിച്ചും വേണ്ടി വരും. നിങ്ങൾ പറഞ്ഞ ഈ കണ്ടീഷനെ എനിക്ക് അംഗീകരിക്കാനേ തീരെ താല്പര്യമില്ല. സൗകര്യല്ല. ഞാൻ പോവും എന്റെ വീട്ടിക്ക്. അല്ലാതെ ആർക്കും വേലക്കാരത്തിയായിട്ട് കൊടുന്നൊന്നല്ല ഓളെ. എനിക്ക് പറ്റെങ്കിൽ ഇന്നാ മതി. നിങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്നോളൂ. എന്നെ കൊണ്ട് കയ്യൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞോണ്ട് യോജിക്കാൻ തീരെ കഴിയില്ല. എനിക്ക് സൗകര്യമില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഞാൻ ഇങ്ങോട്ട് വരണമില്ല. അല്ലെങ്കിൽ എനിക്ക് അറിയാം എല്ലാത്തിനും അസൂയ. ഞാൻ പോവാ. അല്ല താത്ത, നിങ്ങൾ കേട്ടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ? ഞാൻ അവളോട് പോകാൻ പറഞ്ഞു. ഞാൻ അവളോട് എത്താ പറഞ്ഞത്? അവിടെ വേലക്കാരത്തികളായിട്ടൊന്നും ആരുമില്ല. ഓക്ക് ആണെങ്കിൽ ഓക്കാണ് വന്ന് ജ്യൂസ് ഉണ്ടാക്കിയാ പോരെ. അതാ ഞാൻ പറഞ്ഞത്. അതിനാണ് ഇപ്പോൾ തെറ്റി പോണത്. ഞാനൊക്കെ കേട്ടിക്കണ ഹൗസിയ. ഇജ്ജ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല.
പോണോലാണ് പോട്ടെ, ചേച്ച കയ്യും കാലും പിടിച്ചാനും. ഇപ്പോഴാണ് ഒരു ഉമ്മയായത്. 2 മക്കളെയും ഒരേ കണ്ണോണ്ട് കണ്ടല്ലോ. അല്ലാതെ പൈസ ഉള്ളവർക്ക് മുൻതൂക്കം, അതില്ലാത്തവർക്ക് കുറവ്, അങ്ങനെയല്ല. എല്ലാരും ഒരേ കണ്ണോണ്ട് കാണാൻ പഠിച്ചാല് അത്രയും നല്ലൊരുമ്മ വേറല്ല. ഇജൊന്ന് ആലോചിക്ക, ഇജ് ഇതിനോട് എന്തൊക്കെ പറഞ്ഞീനി ഈ ഫസിനോട്. എന്നിട്ടോ ഓളെന്തെങ്കിലും ഒരു വാക്ക് എന്നോട് തിരിച്ച് പറഞ്ഞിക്കണ? മറ്റോളന്നൊക്കെ ഇതൊന്ന് ജ്യൂസ് ഒറ്റക്ക് ഉണ്ടാക്കി കുടിച്ചണം എന്നുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്നെ ഓക്ക് പറ്റിയില്ല. അപ്പാൾക്കിനോള് വീട്ടിൽ പോകില്ല. അങ്ങനാണെങ്കി ഇവളൊക്കെ എത്താ കാട്ടണ്ട്? ശരിയാ തങ്ങൾ പറഞ്ഞു. ഇതിങ്ങനെ അതേ ഓരോന്ന് കാട്ടി ശീലാക്കി കൊടുത്തിട്ടാ. ഇപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചറിവ് വന്നല്ലോ. എല്ലാരും തനിനിറം എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് നേരം വൈകിപ്പോയി. അതാ പറ്റിയത്. ഇപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചറിവ് വന്നല്ലോ. അല്ലാണ്ടില്ലാന്ന് പറഞ്ഞു. മോളെ ഫസിയെ, ഉമ്മ അറിവില്ലായ്മ കൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെയൊക്കെ കാട്ടിയത്. ഞാൻ കൊറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഉമ്മക്ക് പൊരുത്തപ്പെട്ട് രണ്ടിട്ടോ. എനിക്കൊന്നുമില്ല അമ്മങ്ങളോട്. ഞാൻ ഒന്നും മനസ്സുകൊണ്ടെടുക്കലില്ല. എനിക്ക് സ്വന്തം ഉമ്മയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. മനുഷ്യന്മാരെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സന്തോഷമായി. ഇപ്പോഴെങ്കിലും ഉമ്മാക്കിന്റെ മനസ്സിലായി. ഉമ്മാന്റെ കുട്ടിനെ മനസ്സിലാക്കാൻ അമ്മ വൈകിപ്പോയി. ഇത് മതി, വേറെ ഒന്നും പറയണത് മതി. ഒന്നും മനസ്സിൽ വെക്കരുത്. ഒന്നുമില്ല അമ്മങ്ങളോട്. പൊരുത്തപ്പെട്ടിനെ റബ്ബിക്ക്. ഇപ്പോഴും സമാധാനായത്. ഉമ്മാക്കെന്തെങ്കിലും മനസ്സിലായല്ലോ ഇപ്പോഴെങ്കിലും. ചായ തളിച്ചോ? ആരൊക്കെ വിളിച്ചത്? കുഞ്ഞോളോ? ഹലോ കുഞ്ഞോളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ, നിങ്ങളോളെ പറഞ്ഞയച്ച അവിടുന്ന്? ഇജ്ജിപ്പ അതിനേക്കാരല്ലേ കത്തിട്ട് കരച്ച് വിളിച്ചത്? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? എത്തങ്ങക്ക് പറ്റി? ഉമ്മ ഇങ്ങനെ തന്നെയാ പറയാ. എന്താ അമ്മ, ഓളെ അവിടുന്ന് ഒഴിവാക്കിയില്ലേ? ഫസിന് എന്തായാലും ഇവിടുന്ന് ഒഴിവാക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചണില്ല. അല്ലെങ്കിൽ ഓളെന്ത് തെറ്റാ ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ എല്ലാ പണിയും കാര്യം എടുക്കുന്നുണ്ട്. എല്ലാ കാര്യവും ഓൾ തന്നെയാ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അത്രയും കാലം കുറ്റം മാത്രാ പറഞ്ഞറിഞ്ഞത്. അല്ല, എന്താ ഇങ്ങക്ക് പറ്റിയത്? ഓളോട് പെട്ടെന്നൊരു സ്നേഹം. അതിന്റെ ഇടയിൽ ഇവിടെ ഒരു കച്ചറ ഉണ്ട്. അതെന്തേ? ഫിനു വന്ന് ഇങ്ങോട്ട് ജ്യൂസിന് എത്തിയോക്ക് ജ്യൂസ് അല്ല, കൊടുത്തില്ലേ? ഓളെ വേലക്കാരത്തി ഇപ്പൊ ഫസി വർത്താനം കേട്ടാല് ഞാൻ അതൊന്നും ഇവിടെ നടക്കൂല പറഞ്ഞപ്പോഴേക്കും ഓള് തെറ്റിപ്പോയിക്കും. എത്താ മങ്ങള് കാട്ടിയത്? ഫസിനെ പറഞ്ഞയക്കാൻ പറഞ്ഞിട്ട് ഫിനൂനെയാ പറഞ്ഞയച്ചിക്കണത്. എത്തയ്ക്ക് ഞങ്ങളവിടെ കാട്ടണേ? എനിക്ക് കാര്യം പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലല്ലേ. പൈസ കൊണ്ട് വന്നപ്പോ ഇതൊക്കെ വലിയ ആളാണ്ടായി. നിങ്ങള് നേരത്തെ പറഞ്ഞൊന്നല്ലല്ലോ ഇപ്പൊ പറയണ. ഇനിയിപ്പൊ അടുത്ത മാസത്തിന് എന്റെ മാപ്പിളിന്റെ അടുത്തേക്ക് ഗൾഫിക്ക് പോകുന്നുണ്ട് പറഞ്ഞല്ലോ. ആ മാപ്പിളിനെ കിട്ടിയത് എന്താ ആലോചിക്കണോ? ഈ ഫസീന്റെ സ്വർണം ഒഴിവെടുത്തല്ലേ അന്നെ ഓനെ കൊണ്ട് കെട്ടിച്ചിരുന്നത്. അതിനെത്താ? എന്നിട്ട് ജിമ്മാർക്കത്തെ വർത്താനം പറയണം കേട്ടോ. ഇക്കോലത്തിൽ എത്തിയത് എങ്ങനെയാന്ന് ആലോചിച്ച് വന്ന വജ്ജ് മറക്കല്ലേ. ഞാനിപ്പോ എത്താ കാട്ടിയത്? നിങ്ങൾ ആ ഫിനൂനി ഓടിച്ചെങ്ങാണ്ട് ആ ഈറ മൊത്തം എൻ്റെ മേത്ത് തീറും. ഫസിനെ ഞാൻ അത്രയും കാലമായിട്ട് അമ്മമാർക്കത്തെ ഈറ്റയും കാര്യം പറയലുണ്ട് അറിയോ. ഒരു സ്വൈര്യം കൊടുക്കലില്ല. എന്നിട്ടും അതൊക്കെ സഹിച്ചു ഇവിടെ നിന്നു. മറ്റുള്ളവൾ ഒറ്റക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചണം പറഞ്ഞാണ് ഓളെ പെരീക്ക് പോയിക്കൊണ്ട്. നിങ്ങൾ ആ ഫിനൂനെ അങ്ങോട്ട് വിളിച്ചോടുന്നാളേ. ആ ഫസീനല്ല അവിടുന്ന് പോക്കാൻ പറഞ്ഞത്. ഓളെങ്ങനെങ്കിലും അവിടുന്ന് ഒഴിവാക്കാൻ നിങ്ങൾ നോക്കി. ഇത് നല്ലത് പറയാൻ മാത്രം ഇങ്ങോട്ട് വിളിച്ചാൽ മതി. അല്ലാതെ ഇവിടെ ഉള്ളവരെ കുറ്റവും കുറവും കണ്ടെത്താനാണെങ്കിൽ ഇത് ഇങ്ങോട്ട് വിളിച്ചണമെന്നില്ല. ഓളെ നമ്മൾ സ്റ്റാറ്റസിന് വെക്കുവോ? ഞാൻ പറയണ്ട അപ്പൊ കുറ്റം. എന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ നിലയിലെത്താൻ കാരണം ഫസിയാണ്. എന്നെ കെട്ടിച്ചാൽ അന്നോള് സ്വർണം തരൂല അറിഞ്ഞിക്കണമെങ്കിൽ ഇജെത്താ കാട്ടുണ്ടായിരുന്നത്. നമ്മളടുത്ത് വല്ല വജ്ജും ഉണ്ടായിനി. വന്ന വയ്യ മറക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ പിന്നെ വിളിച്ചണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒക്കെ ഒന്ന് സ്വന്തം കാലുമേലായപ്പം ആ നിലയ്ക്ക് എത്തിച്ചോലാണ് മറന്നു. എന്തായാലും നല്ല കഥ.
ആരപ്പോ ഫോൺ വിളിച്ചു? താത്തയാണ്. ഹലോ താത്ത, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട് വർത്താനം? എനിക്ക് തീരെ സുഖല്ലേ, എന്തേ പനിക്ക്? പനിച്ചെടുക്കുക ഇപ്പൊ ഇവിടെ. തന്നെ എപ്പ തുടങ്ങിയതാ പനി? 2 ദിവസമായി തുടങ്ങിയിട്ട്. ഇന്നലെ കൂടി. എന്നിട്ട് ആരാ ഉള്ള അവിടെ? ഫസി ഉണ്ട് ഇവിടെ. മറ്റോലൊക്കെ ഗൾഫിക്ക് പോകുക അറിഞ്ഞിട്ടില്ലേനോ, എന്നിട്ട് പോയോ? മറ്റു കുഞ്ഞോളും പോയി മാപ്പിളിന്റെ അടുത്തേക്ക്. ഫീന് വന്നു പോയതാണല്ലോ ഇവിടുന്ന്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടന്നില്ല. തന്നെ അടുത്ത ആഴ്ച ഓന്റെ അടുത്തേക്ക് പോകുകയാണെന്നൊക്കെ ഓൻ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. ഓ, വല്ലാത്തൊരു പെണ്ണെന്നെ. താത്ത, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. ഇപ്പൊ സുഖമില്ലാതായിട്ട് ഫസിയാണ് എന്നെ നോക്കാനുള്ളത്. മറ്റോലൊക്കെ വലിയ ഗൾഫാരായാണ് പോയി എന്നല്ലാതെ വേറെ ആരും ഉണ്ടായില്ല. അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ ഞാൻ അന്ന് പറഞ്ഞത്? നിങ്ങളന്ന് ഞാൻ ഒഴിവാക്കാൻ നോക്കിക്കണമെങ്കിൽ നിങ്ങളന്ന് വന്നോണ്ടാണ്. ഏതായാലും എനിക്ക് നല്ല ബുദ്ധി പഠിച്ചോന്ന് തോന്നിച്ചല്ലോ. അൽഹംദുലില്ലാ. സുഖമില്ലാത്തല്ലേ? കിടന്നു. ഞാൻ കിടക്കന്നെ. ഞാൻ പിന്നെ വിളിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. മോളെ ആക്കണ്ടമ്മ. പനിയൊക്കെ ഇങ്ങനെ വിടാനുള്ള മരുക്കൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഉറുമ്പെല്ലാം കൊണ്ട് പോകുന്നില്ല. തൊണ്ടില്ലേനാകുന്നു. കഞ്ഞി കുടിച്ചില്ലേ? ഇതാ കുറച്ച് കട്ടൻ കാപ്പി, അത് കുടിച്ചോളി. കാപ്പിയോ? കുടിച്ചെങ്ങാണ്ട് കുറച്ചേരം കൂടി കിടന്നോളെ. ഗുളികയും കുടിച്ചതല്ലേ, ഉറങ്ങി നീച്ചുമ്പാൾക്കൊക്കെ മാറും. ഞാൻ കുടിച്ചോളാട്ടോ. കുറച്ച് പണിയും കൂടി ഉണ്ട് അടുക്കളയില്. ഇനി തീർത്തിട്ട് വരട്ടെന്നാ. കാപ്പിയും കുടിച്ചോളെ, എന്നിട്ട് കിടന്നോളിട്ടോ. ആയിക്കോട്ടെ, അമ്മ കുടിച്ചോളാട്ടോ. ഞാനൊക്കെ കരുതിയെടുത്ത ആ കുട്ടിയാണല്ലോ ഇപ്പൊ എനിക്ക് ഇവിടെ സഹായത്തിന് ഇപ്പൊ ഉള്ളത്. പാവം, കൊറേ ഞാൻ കരുതിയെടുത്തേക്കുന്നു. അതിന് അതൊന്നും മനസ്സിലില്ല. അന്നിപ്പോ ഞാൻ ഇതിനെ ഒഴിവാക്കും കാട്ടാനൊക്കെ ഉള്ള പണി എത്തിക്കണമെങ്കിൽ ഇന്നിപ്പോ ആരാ എനിക്ക് ഉണ്ടാകുക ഒരു പനിച്ചെടുക്കണ നേരത്ത്? പുറത്തിറങ്ങേ റബ്ബേ.